ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സെഗ്മെൻറ്റേഷനെ പറ്റിയാണ്. സെഗ്മെൻറ്റേഷൻ്റെ എയിം എന്ന് പറഞ്ഞാൽ പേജിങ്ങിൽ വരുന്ന പ്രോബ്ലംസിനെ അല്ലെങ്കിൽ എറേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് സെഗ്മെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെഗ്മെൻറ്റേഷൻ ഈസ് ദി മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക് in which the memory is divided into variable size part. Each part is known as segments. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഈ സെഗ്മെൻറ്റേഷനകത്ത് സെക്കൻഡറി മെമ്മറിയിലെ പ്രോസസ്സിനെ സ്മാളർ സൈസായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേരിയബിൾ സൈസ് പാർട്ടീഷനായിരിക്കും അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ഈച്ച് പാർട്ടിനെ പറയുന്ന പേരാണ് സെഗ്മെൻറ്റ്സ്, which can be allocated to a process. The details about each segment is stored in a table is called segment table. ഇങ്ങനെ ഈച്ച് സെഗ്മെൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ഡീറ്റെയിൽസിനെ സെഗ്മെൻറ്റ് ടേബിൾ എന്നാണ് പറയുന്നത്. ഇൻ സെഗ്മെൻറ്റ് ടേബിൾ ഇറ്റ് മാപ്സ് 2-dimensional ലോജിക്കൽ അഡ്രസ് ഇൻറ്റു 1-dimensional ഫിസിക്കൽ അഡ്രസ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ സെഗ്മെൻറ്റ് ടേബിൾ എന്ന് വെച്ചാൽ 2-dimensional ലോജിക്കൽ അഡ്രസ്സിനെ 1-dimensional ഫിസിക്കൽ അഡ്രസ്സാക്കി മാപ്പിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ ടേബിളിനെയാണ് സെഗ്മെൻറ്റ് ടേബിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സെഗ്മെൻറ്റ് ടേബിളിന് 2 പാർട്ടുണ്ട്, ബേസും ലിമിറ്റും. ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ദ ബേസ് അഡ്രസ് സ്റ്റാർട്ടിംഗ് ഫിസിക്കൽ അഡ്രസ്. സ്റ്റാർട്ടിംഗ് ഫിസിക്കൽ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ബേസ്. സെക്കൻഡ് പാർട്ടാണ് ലിമിറ്റ്. ഇറ്റ് സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് ദി സെഗ്മെൻറ്റ്. ലെങ്തിനെ സ്പെസിഫൈ ചെയ്യാനാണ് ലിമിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷനും അതേപോലെ തന്നെ ലെസ് ഓവർ ഹെഡുമാണ്. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.